ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന SSC RRB എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. GKGS പാർട്ട് വരുമ്പോഴത്തേക്ക് കറണ്ട് അഫേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ റീസെൻ്റ് ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന MTSന്റെ എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കറണ്ട് അഫേഴ്സ് വളരെ ഡീപ്പായിട്ടുള്ള നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് കറണ്ട് അഫേഴ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നു? അപ്പോൾ കറണ്ട് അഫേഴ്സിന് ഇത്ര ഇമ്പോർട്ടൻസ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നോർമൽ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിക്കുന്ന ആ ഒരു ടെക്നിക്ക് മതി ഇനിയിപ്പോൾ കറണ്ട് അഫേഴ്സിന് ഒരിക്കലും അല്ല അല്ലേ. കറണ്ട് അഫേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നല്ല രീതിയിൽ മാറുകയാണ്, അവിടുത്തെ ഫോക്കസ് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, ക്വസ്റ്റ്യൻ വരുന്ന രീതിയും എല്ലാം മാറുകയാണ്. ഡീപ്പായിട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്നുള്ളത് ഇനി അങ്ങോട്ട് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് എസ്പെഷ്യലി 2026 വരാൻ പോകുന്ന പ്രധാനപ്പെട്ട SSC RRB എക്സാംസിന് നമുക്ക് എങ്ങനെ കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്യാം അല്ലെ. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവരും ഇപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് എക്സാം അടുപ്പിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു കാണും. ഇവൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിന്നാണെങ്കിൽ പോലും ഒരുപാട് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിച്ചവർ കാണും അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ അറിയേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ജസ്റ്റ് ഒരു പുറമുടി അല്ലെങ്കിൽ ഔട്ടർ ലെയർ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മാർക്ക് കിട്ടുന്ന രീതിയിലല്ല ഇപ്പോൾ നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നല്ല സബ്ജക്ട് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓരോ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് മാറിയിട്ടുണ്ട്. ആൻഡ് പ്രോപ്പർ റിവിഷന്റെ പ്രശ്നം എല്ലാവർക്കും വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇനി വരാൻ പോകുന്ന എക്സാമ്പിൾ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് അറിഞ്ഞതിന് ശേഷം ലാസ്റ്റ് 1-2 മാസം മാത്രം ഇരുന്നിട്ട് ആ 1 വർഷത്തെ 2 വർഷത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് ആ ഒരു ടെക്നിക്ക് ഇനി വർക്കൗട്ട് ആകില്ല. നമുക്ക് കറണ്ട് അഫേഴ്സ് റെഗുലർ ബേസിസിൽ പഠിച്ചു പോയിട്ട് അവസാന സമയങ്ങളിൽ പ്രോപ്പർ റിവിഷൻ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, കറണ്ട് അഫേഴ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റൂ. പക്ഷെ പലപ്പോഴും നിങ്ങൾ റിവിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും, എത്രയും വർഷത്തെ കാര്യങ്ങളുണ്ട്, അതിലെവിടെ പോയി എവിടെയാണ് കിടക്കുന്നത്, എന്ന് സംഭവിച്ചു, എന്ന് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നോക്കണം, ഇതൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഓരോ ക്ലാസ് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ പോലും പറയുകയാണ്, ഇപ്പോൾ ഓരോ ക്ലാസ് ചെയ്യുമ്പോൾ എൻ്റെ സെക്ഷനിൽ പോലും ഞാൻ പറയാറുണ്ട്, ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ആ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഏരിയ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ഫോറിൻ റിലേഷൻസ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോറിൻ റിലേഷൻസ് ഉള്ള ഒരു എൻ്റയർ ഏരിയ റിവൈസ് ചെയ്യാം. പക്ഷെ അവിടെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ ജനുവരിയിൽ ഒരു ന്യൂസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്ന മാർച്ചിലായിരിക്കും. അപ്പോൾ എവിടെ ഏതൊക്കെ കിടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു വലിയ പ്രശ്നം വരുന്നുണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെയൊക്കെ കവർ ചെയ്യാം, എങ്ങനെ പ്രോപ്പറായിട്ട് റിവിഷൻ കണ്ടക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കറണ്ട് അഫേഴ്സിൻ്റെ പ്രിപ്പറേഷനെ നിങ്ങൾക്ക് ചാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആരും സ്കിപ്പ് ആക്കരുത്. ഇനി അങ്ങോട്ടുള്ള എക്സാംസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ആദ്യത്തെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് റിവിഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതിൻ്റെ വലിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ എവിടെ നോക്കണം, എപ്പോൾ നോക്കണം, ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഡെയിലി ബേസിൽ തന്നെയാണ് പഠിക്കേണ്ടത്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ തന്നെ പഠിച്ചു പോകണം. അല്ലാതെ ലാസ്റ്റ് എക്സാം അടുപ്പിക്കുമ്പോൾ മാത്രം വന്നിട്ട് ലാസ്റ്റ് 1-2 മാസം ഇരുന്നിട്ട് വർഷം മുഴുവനുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്നുള്ള ടെക്നിക്ക് ആദ്യം എടുത്ത് മാറ്റുക. ഓക്കെ, അത് ഒരു രീതിയിൽ ഇനി അങ്ങോട്ടുള്ള എക്സാംസിൽ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. ഡീപ്പ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സിൻ്റെ കേസിൽ, കാരണം വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡെയിലി ബേസിസിൽ നിങ്ങൾ പഠിച്ചു പോകുന്നു. അന്നന്നത്തെ നോട്ട്സ് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷം, ഇപ്പോൾ അന്നന്ന് നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ അടുത്ത ഒരെണ്ണം സ്കീംസുമായിട്ട് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, പറഞ്ഞ ഒരു അപ്പോയിൻമെന്റ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ഒരു മേജർ അപ്പോയിൻമെന്റ് ആയിരിക്കും. ദെൻ ഫോറിൻ റിലേഷൻസ് റിലേറ്റഡ് ഒന്നായിരിക്കും. നമ്മുടെ യൂണിയൻ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബഡ്ജറ്റ് റിലേറ്റഡ് കറണ്ട് അഫേഴ്സ് കാണും. അപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്നതിൽ അന്നന്നത്തെ നോട്ട്സ് മാത്രം ഓരോ ഡെയിലി ബേസിസിലാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ പോകുന്നത്. ആദ്യം തന്നെ ഡെയിലി നോട്ട്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഇനി ഡെയിലി ബേസിസിലല്ല നോട്ട്സ് എഴുതി പോകേണ്ടത്. നിങ്ങളത് എങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ സെക്ഷൻ വൈസ് നോട്ട്സ് ആയിട്ട് നിങ്ങൾ എന്ത് വേണം, ഇനി അത് അറേഞ്ച് ചെയ്യണം. നോട്ട്സിന് എങ്ങനെ ചെയ്യണം, സെക്ഷൻ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഡെയിലി നോട്ട്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം, ഒരു എക്സാം നമ്മൾ നടക്കുമ്പോൾ അവിടെ ഡേറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അല്ല, ഡേറ്റ്സിന് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡേറ്റ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പോൾ ഒരു സ്കീം ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു മേജർ അനൗൺസ്മെന്റ് ആണെങ്കിലോ അത് എന്ന് നടന്നു എന്നുള്ളതിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഇപ്പോൾ എന്ത് വരുന്നില്ല, ഇപ്പോഴത്തെ എക്സാംസിന് വരുന്നില്ല അല്ലേ. അതിൻ്റെ ഫാക്ട്സ് ആണ് വരുന്നത്. എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, എന്താണ് അതിലെ കീ പോയിന്റ്സ്, അതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഡെയിലി ബേസിൽ എഴുതിക്കൊണ്ട് പോകുമ്പോൾ എന്ന് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് വലിയ പ്രാധാന്യം വരുന്നില്ല. ചില അപ്പോയിൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ മന്ത് എടുത്ത് നോക്കുമ്പോൾ അത് അറിയാമെന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും വരാറില്ല. അപ്പോൾ ഡേറ്റ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്തിന് കൊടുക്കണം, ഫാക്ട്സിനാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട ഡെയിലി നോട്ട്സ് അല്ല ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഡിവൈഡ് ചെയ്യുക. കാരണം അതാണ് റിവിഷൻ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്,
ഇപ്പം നടന്ന ഷിഫ്റ്റുകളിൽ ഈ പറയുന്ന പോലെ സ്കീംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് പോളിസീസിന് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും എന്താണ് സർവേസിന് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഡെയിലി നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ന് സംഭവിച്ചു എന്നുള്ളത് ഓരോ ദിവസം ഡേറ്റ് തപ്പിയെടുത്ത് നിങ്ങൾ തപ്പിപ്പിടിച്ച് നോക്കേണ്ടി കിട്ടില്ല, പോസിബിൾ അല്ല. തിരിച്ച് നിങ്ങൾ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പം നമ്മൾ കറണ്ട് അഫേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വരും അല്ലേ. പ്രധാനമായിട്ടും കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് ഞാൻ നിങ്ങളുടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്കീംസ് ആൻഡ് ഗവൺമെന്റ് പ്രോഗ്രാംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പൊളിറ്റി ആൻഡ് ഗവർണൻസ് റിലേറ്റഡ് വരാറുണ്ട്, എക്കണോമി ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോർട്സ് ആൻഡ് അവാർഡ്സ് വരുന്നുണ്ട്, റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡീസസ്, നാഷണൽ ഇന്റർനാഷണൽ ഇഷ്യൂസ്, ഇതെല്ലാം വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ന്യൂസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സെക്ഷനായിട്ട് ഡിവൈഡ്. നിങ്ങളിപ്പോൾ എല്ലാം എഴുതി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന അതേ എക്സ്പെൻസ് നിങ്ങളിപ്പോൾ വിചാരിക്കും പാടല്ലേ, ഓരോന്നിനും ഓരോ സെക്ഷൻസ് വേണ്ടേ, ഓരോന്നിനും ഓരോ ബുക്ക് വേണ്ടേ. നിങ്ങൾ ഇതേ ന്യൂസ് വെറുതെ എഴുതി പോയാലും ഇത്രയൊക്കെ തന്നെ വരും. സോ നമ്മളിത് അഡീഷണൽ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും വരുന്ന ഒരു സ്ട്രാറ്റജി അല്ല നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമ്പിൾ റിപ്പോർട്ട്സിനും ഇൻഡീസസിനും എന്താണ് ഇമ്പോർട്ടൻസ് കൂടുതലാണെന്ന് വിചാരിക്കുക, ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുവാണ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡീസസ് ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബഡ്ജറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നു എന്ന് വിചാരിക്കുക, ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മാത്രമായിട്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ റിവൈസബിൾ ആയിട്ട് ടോപ്പിക് വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ഡെയിലി ബേസിസിൽ പഠിക്കണം, പക്ഷേ നോട്ട്സ് നിങ്ങൾ എന്തല്ല, ഡെയിലി നോട്ട്സ് അല്ല ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിനെ ചാർട്ട് ചെയ്യുക. ഈവൻ നമ്മൾ UPSC ലെവൽ എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ അറിയാം, UPSC പ്രിപ്പറേഷൻസ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ എക്സാംസ് വരുമ്പോൾ അത്രേ വേണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഹൈ ആകുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ. എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് കൂടുകയാണ്. അപ്പോൾ പഴയ ടെക്നിക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഞാൻ പറയില്ല, എപ്പോഴും ഏരിയാസ് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാം വരുമ്പോൾ ഷിഫ്റ്റ് അനലൈസ് ചെയ്തിട്ട് അതേ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതല്ല. ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ റിവൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതങ്ങനെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സ് സെക്ഷൻ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് റിവിഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇനി ന്യൂസ് കിട്ടുമ്പോഴത്തേക്ക് അതിനെ കറണ്ട് അഫേഴ്സിൽ ഞാൻ പറയാം, റീസെൻ്റ് ആയുള്ള ട്രെൻഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് സ്റ്റേറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. സ്റ്റേറ്റ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസും അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലെ മേജർ പുതിയ പ്രോജക്ട്സും എല്ലാം നിങ്ങൾക്ക് സ്റ്റേറ്റ് ഏതാണെന്നുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അത് സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അപ്പോയിന്റ്മെന്റ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മേജർ അപ്പോയിന്റ്മെന്റ്സ് ഇന്റർനാഷണൽ നാഷണൽ ലെവലുള്ളത് നിലവിൽ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കണോമി ആൻഡ് ബഡ്ജറ്റ് ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. കമ്പയർഡ് ടു പൊളിറ്റി ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ദെൻ സ്കീംസ് ആൻഡ് ഗവൺമെന്റ് പ്രോഗ്രാംസ് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡീസസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. ഇന്റർനാഷണൽ റിലേഷൻസ്. സോ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട കറണ്ട് അഫേഴ്സിൽ കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതെപ്പോഴും നിങ്ങളൊരു ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ കുറച്ച് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടോപ്പിക്ക് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ഒരു സെക്ഷൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഓരോ ന്യൂസ് കാണുമ്പോഴും അത് ഏത് ടോപ്പിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ പറയുന്ന തൊട്ട് ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്ക് അത് ഏത് സെക്ഷനിലേക്ക് ആഡ് ചെയ്യണം, എവിടെ ആഡ് ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു ന്യൂസിനെ, ഇത് ഞാൻ പുതിയതായിട്ട് പറയുന്നൊന്നുമല്ല, നമ്മൾ റെഗുലറായിട്ട് ന്യൂസ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ് ഈ 5 ലൈൻ റൂൾ എന്ന് പറയുന്നത് അല്ലേ. ന്യൂസ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ തന്നെയാണ് ഈ 5 ലൈൻ റൂൾ എന്ന് പറയുന്നത് അല്ലേ. കാരണം ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ഉള്ള ആൻസർ ആണ് ഒരു ന്യൂസിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, കറണ്ട് അഫേഴ്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത് അല്ലേ. ആദ്യം തന്നെ ഒരു ന്യൂസ് കിട്ടുമ്പോൾ എന്താണ് ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന ഇവന്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് ആണ്, ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു പുതിയ നാഷണൽ പാർക്കിന്റെ അനൗൺസ്മെന്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ് അനൗൺസ് ചെയ്തിരിക്കുന്ന ന്യൂ നാഷണൽ പാർക്ക്, എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, പേരെന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ദെൻ വൈ, ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ട കാര്യമാണ്. എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് അല്ലേ. പറയാം നാച്ചുറൽ കൺസർവേഷൻ എന്നുള്ളതാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ സാങ്ച്വറീസ് വരുന്നത്, നാഷണൽ പാർക്സ് വരുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിനകത്ത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു അനൗൺസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ദെൻ അതിന്റെ ഫാക്ട്സ് പഠിക്കണം അല്ലേ. ആരാണ് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട നെയിംസ്, എന്തെങ്കിലും വ്യക്തികളുടെ പേഴ്സണാലിറ്റീസ് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് അത് വരാൻ പോകുന്നത്, അങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ട് അതിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത്, അങ്ങനത്തെ ഫാക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് ലിങ്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
മറ്റ് ഫാക്ട്സുമായിട്ട് അത് ഏത് കാറ്റഗറിയിലും കഴിയും. ഇപ്പം നമുക്കറിയാം, ഇപ്പം നാഷണൽ പാർക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഏത് സ്റ്റാറ്റിക് പോർഷനിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്, അതിലേക്ക് കൃത്യമായിട്ട് അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ അതിന് പ്രധാനമായിട്ട് മുമ്പ് എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്യുക. അതെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു 5 ലൈൻ റൂളിനകത്ത് വരുന്നതാണ്. ദെൻ ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമുക്ക് കൺഫ്യൂസ് ആയി പോകുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന്റെ പോളിസീസ്, ഗവൺമെന്റ് പ്രോഗ്രാംസ്, ഗവൺമെന്റ് സ്കീംസ്, ഇത് ഓരോന്നും മാറുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നാണ്. ഈ സ്കീംസ്, പോളിസീസ്, അതുപോലെ പ്രോഗ്രാംസ് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പോവല് മാറിപ്പോകരുത്. സ്കീമുകളും ആക്ടുകളും തമ്മിൽ എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. അപ്പം PYQ ബേസിൽ അവിടെ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളത് എന്താണെന്നുള്ളത് ആ ന്യൂസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ നോട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ന്യൂസ് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനെ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അല്ലെ ഇതിപ്പോൾ ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ സ്കീമിന്റെ അനൗൺസ്മെന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്, എന്താണ് ആ സ്കീം എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്താണ് അതിനകത്ത് മേജർ അനൗൺസ്മെന്റ്, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, സ്കീമിന്റെ പേരെന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ വൈ, ആ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ എയിം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അതിനകത്ത് അറിഞ്ഞിരിക്കണം. വൈ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ട്സ് എന്ന് പറയുമ്പോൾ ഏത് മിനിസ്ട്രിയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെ ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, മറ്റേതെങ്കിലും പോളിസീസോട്ട് ലിങ്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ദെൻ ലിങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഏത് പോർഷനിലേക്ക് ആഡ് ചെയ്യണം, ഗവൺമെന്റ് സ്കീംസ് എന്നുള്ളതിലേക്ക് ആഡ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റ് ഗവൺമെന്റ് സ്കീംസ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ തമ്മിൽ ലിങ്ക് ചെയ്യുക. ഞാൻ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞില്ല, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട്സ് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പോസിബിൾ ആകുന്നത് ഓരോ ടോപ്പിക് വൈസ് റിവിഷൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ഇത് നടക്കൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡെയിലി ബേസിൽ, ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സാമിൽ ഡെയിലി ബേസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫേഴ്സ് പഠിച്ചു പോകണം. ലാസ്റ്റ് റൗണ്ട് പല ചാനൽ ത്രൂ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, നമ്മുടെ ചാനൽ ത്രൂ ഒരുപാട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് റിവിഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ MCQs മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് 100% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം എന്നില്ല, നിങ്ങൾക്ക് എക്സാംസ് നല്ല രീതിയിൽ പറ്റണം എന്നില്ല. ഓഫ് കോഴ്സ് നമ്മളാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പോലും അതിന്റെ കൂടെ എന്ത് പറയുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഫോക്കസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടല്ലേ. അങ്ങനത്തെ റിവിഷൻസ് കണ്ടക്ട് ചെയ്യണം. കാരണം ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന വളരെ കുറവാണ് കറണ്ട് അഫേഴ്സിന്റെ കേസിൽ. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് വരുന്നുണ്ട്, വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡെയിലി നോട്ട്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, പ്രയോജനമില്ല. ഇതുപോലെ ടോപ്പിക് വൈസ് നോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, പ്രോപ്പർ റിവിഷൻ ലാസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റേറ്റ് വൈസ് നോട്ട്സ് നിങ്ങൾ ചെയ്യുക. ഇതിന് നമ്മൾ യൂസ് ചെയ്ത് സ്റ്റേറ്റ് ക്ലസ്റ്ററിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റേറ്റുകളും നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് സ്റ്റേറ്റുകളുടെ അടിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പോവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് എടുക്കുന്നത്, ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഒരു സ്റ്റേറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അരുണാചൽ അല്ലെങ്കിൽ ഇപ്പോൾ ഗുജറാത്ത് ഒരു സ്റ്റേറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ന്യൂസ്, ഇപ്പോൾ ഈ ഗുജറാത്ത്, ഇപ്പോൾ നമുക്കറിയാലോ, ഒരു പോളിസി ചോദിച്ചിട്ട് ഏത് സ്റ്റേറ്റിലാണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വളരെ പ്രയാസമായിരിക്കും. കാരണം ഓരോ സ്റ്റേറ്റിലും എന്തെല്ലാം പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ ന്യൂസുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്ന ടൈമിൽ സ്റ്റേറ്റ് റിലേറ്റഡ് ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് എവിടേക്ക് തന്നെ ആഡ് ചെയ്യുക, ആ സ്റ്റേറ്റിന്റെ പേജിലേക്ക് തന്നെ ആഡ് ചെയ്ത് പോവുക. അതാകുമ്പോൾ ഓരോ സ്റ്റേറ്റിലും വരുന്ന ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻസ് ഇല്ല. നിങ്ങൾക്ക് അത് പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിവൈസ് ചെയ്യാനായിട്ട് പറ്റും, സിമ്പിളായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനത്തെ സ്റ്റേറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം, ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്ക് തന്നെയാണ് ഈ സ്റ്റേറ്റ് ക്ലസ്റ്ററിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് അങ്ങനെ പഠിച്ചേ പറ്റൂ. കാരണം ഒരുപാട് പോളിസീസും കാര്യങ്ങളും കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ പല സ്റ്റേറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അത് ഒറ്റയടിക്ക് എല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പഠിച്ചു പോവുക. ലാസ്റ്റ് റൗണ്ട് റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നോട്ട് നമുക്ക് എന്താണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോഴത്തെ എക്സാമുകളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതെല്ലാം ഈ വർഷം നടക്കാൻ പോകുന്ന എക്സാമുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് എങ്ങനെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളൊരു ടെക്നിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് ഈ ഒരു ടെക്നിക്കിൽ കറണ്ട് അഫേഴ്സ് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ 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 നമുക്ക് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. അതിനകത്ത് ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ, സോ ഇത്രയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമുക്ക് വരാൻ പോകുന്ന എക്സാമിൽ പ്രധാനപ്പെട്ട നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സോ ഇനി നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഇപ്പോഴേ ഒരു 150 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. അതുപോലെ പക്ക PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ ടെക്നിക്സും അപ്ഡേറ്റ്സും എല്ലാവരും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.